ഏകദേശം 5000-ലധികം സ്റ്റാർട്ടപ്പ് നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു 10,000 സ്റ്റാർട്ടപ്പുകൾ വന്നു കഴിഞ്ഞാൽ അതിലൊരു 10% വിജയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ സ്റ്റാർട്ടപ്പുകളിൽ തന്നെ വികസനത്തിൻ്റെ ഒക്കെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അതിലൊരു 25% എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ സ്റ്റാർട്ടപ്പുകളിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗൂഗിളുമായിട്ട് ഒരു പ്രശ്നം ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടെന്ന്. അതായത് സ്റ്റാർട്ടപ്പുകൾക്ക് ആപ്സ് ഒക്കെ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യാൻ ചെറിയ പേയ്മെൻറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഇനിയും വരാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് പുതിയ പുതിയ ഐഡിയാസും റിസർച്ചുകളൊക്കെ മാക്സിമം ഡെവലപ്പ് ചെയ്യുക എന്നത് തന്നെയാണ് പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരാനുള്ള പ്രധാന മാർഗ്ഗം എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം, ഗവൺമെൻറ് പറഞ്ഞാൽ എന്താ അറിയോ, അടുത്ത 5 വർഷത്തിനുള്ളിൽ 20,000 സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ കേരളത്തിൽ വരണമെന്നും അതുപോലെ തന്നെ 2 ലക്ഷത്തിലധികം പേർക്ക് ജോലി കൊടുക്കണമെന്നുമാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ ഒരു സ്റ്റാർട്ടപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ഹാർഡായിരിക്കും. അപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വലിയ സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില സ്റ്റാർട്ടപ്പുകളൊക്കെ വരണം എന്ന് തന്നെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് കുറച്ചൊന്ന് ഈസി ആക്കി കൊടുക്കുക. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ അതിന് വേണ്ടിയ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് അതിന് വേണ്ടിയ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈസിയാവും. അതായത് തടസ്സങ്ങളില്ലാണ്ട് അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ അവർക്ക് സ്റ്റാർട്ടപ്പുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ വേറൊരു വീഡിയോ, അതായത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ പേജുകളൊക്കെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. സോ അതെന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി.